ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മൾ പലതരം വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ സാധാരണയായിട്ട് എന്താ പറയാ, നമ്മൾ എപ്പോഴും മെയിൻ കോഴ്സിലുള്ള ഭക്ഷണങ്ങൾ, അതായത് ഇപ്പോൾ ഫ്രൈഡ് റൈസ് പോലെയോ അല്ലെങ്കിൽ ബിരിയാണി മാതിരിയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ സൈഡ് ഡിഷസ്, ചിക്കൻ, ഫിഷ്, അല്ലെങ്കിൽ വ്യത്യസ്തമായ വെജിറ്റേറിയൻ വിഭവങ്ങൾ, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ഇങ്ങനെ മാറി മാറി, അല്ലെങ്കിൽ ചൈനീസ് വിഭവങ്ങൾ, ഇങ്ങനെയാണ് നമ്മുടെ ഒരു ക്ലാസിഫിക്കേഷൻ. പല രീതിയിൽ പല പരീക്ഷണങ്ങൾ, പുഡിങ്ങുകൾ ഒക്കെ നോക്കാറുണ്ട്. പ്രാതലിന്റെ വിഭവത്തിന് നമ്മൾ കുറച്ച് പ്രാധാന്യം കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാറ്? ദോശ, ഇഡ്ഡലി, പിന്നെന്താ ആപ്പം, ഇടിയപ്പം, പുട്ട്, ഇങ്ങനെയുള്ള നാടൻ വിഭവങ്ങൾ. ആ കൂട്ടത്തിൽ വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഏതൊരു ചെറിയ കുട്ടിയോട് പറഞ്ഞാലും, അല്ലെങ്കിൽ ഇപ്പൊ ന്യൂലി മാരീഡ് ആയിട്ട് പുതിയ കല്യാണം കഴിഞ്ഞ് പോകുന്നവർ പോലും ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും ഉപ്പുമാവ്. ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ബാച്ചിലേഴ്സിന് പോലും കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഉപ്പുമാവിൽ തന്നെ കുറെ വ്യത്യാസങ്ങൾ വരുത്തിയാൽ എങ്ങനെയായിരിക്കും? ഈ ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ വളരെ ഡ്രൈ ആയിട്ട് ഏറ്റവും എളുപ്പമുള്ള വലിയ സ്വാദില്ലാത്തൊരു കാര്യമായിട്ടൊക്കെ തോന്നുമെങ്കിലും, പക്ഷെ അതല്ലാണ്ട് കുറച്ചുകൂടി സ്വാദിഷ്ടമായ ഒരു ഉപ്പുമാവാക്കി മാറ്റിയാൽ എങ്ങനെയുണ്ടാവും? അപ്പോൾ അത്തരം ഒരു ഉപ്പുമാവാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ ഉപ്പുമാവൊന്നും അല്ല ഇത് കീമ ഉപ്പുമാവാണ്. കീമ എന്ന് പറഞ്ഞാൽ എന്താ? കൊത്തിയ ഇറച്ചിയെല്ലാം ചേർത്ത് കുറച്ച് അപ്പോൾ ഒരു നോൺ വെജ് ഉപ്പുമാവാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കീമ ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബോംബെ റവ 1.5 കപ്പ് വറുത്തത്, കൊത്തിയ ഇറച്ചി 1/2 കിലോ, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് 1/2 കപ്പ്, ബീൻസ് ചെറുതായി അരിഞ്ഞത് 1/2 കപ്പ്, ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത് 1/4 കപ്പ്, ഗ്രീൻ പീസ് 1/2 കപ്പ്, സവാള ഒരു വലുത് ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 2 ഇടത്തരം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, തേങ്ങ ചിരകിയത് 1 കപ്പ്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 3-4, കറിവേപ്പില 2 തണ്ട്, മല്ലിയില അരിഞ്ഞത് 1/4 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, തിളച്ച വെള്ളം ആവശ്യത്തിന്. അപ്പോൾ നമ്മളുടെ കീമ ഉപ്പുമാവ് തയ്യാറാക്കി തുടങ്ങാം. കീമ എന്ന് പറഞ്ഞാൽ കൊത്തിയിറച്ചി. അത് മാട്ടിറച്ചി വേണമെങ്കിലും ആകാം, ആട്ടിറച്ചി വേണമെങ്കിലും ആകാം, എന്താണെങ്കിലും കുഴപ്പമില്ല. ഇനി അതല്ല, ഇത് 2 കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ചിക്കൻ കൊത്തിയെടുത്താലും മതി. മിൻസ്ഡ് ചിക്കൻ, കൊത്തിയ ചിക്കന്റെ ഇറച്ചി. അപ്പൊ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, റവ വറുത്തെടുക്കണം. അപ്പൊ ഇതിന് ഉപയോഗിക്കുന്ന റവ എന്ന് പറയുമ്പോൾ ബോംബെ റവയാണ്. ബോംബെ റവ എന്ന് വെച്ചാൽ ചെറിയ വൈറ്റ് ക്രീം കളറിലെ ചെറിയ തരി പോലിരിക്കുന്ന മണൽ പോലിരിക്കുന്ന റവയില്ലേ, അതാണ് നമ്മുടെ ബോംബെ റവ. ഇത് അളന്നെടുത്തിരിക്കുന്നത് 1.5 കപ്പ് റവ. എണ്ണയൊന്നും ഒഴിച്ചല്ല വറുക്കുന്നത്, ഡ്രൈ റോസ്റ്റ്, വെറുതെ. പാത്രം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇത് അളന്ന് വെച്ചിട്ടുണ്ട്. 1.5 കപ്പ്, 1.5 കപ്സ്, 1.5 കപ്പ് റവ. ഇത് ചെറുതായിട്ടൊന്ന് വറുക്കണം. വറുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് ആദ്യം മാറ്റും. ഒരു ഇളം കളറായിട്ട് തുടങ്ങുന്ന, ഒരു ലൈറ്റ് ബ്രൗൺ ആകാൻ തുടങ്ങുന്ന ഒരു പാകം. ഒരു ഭാഗത്ത് നമുക്ക് അറിയാൻ സാധിക്കും. ഇതിങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ചെറുതായി ഇങ്ങനെ മൂക്കുന്ന ഒരു നിറം വന്നു തുടങ്ങും. പക്ഷെ നമ്മൾ കൈയെടുക്കാൻ ഇളക്കിയില്ലെങ്കിൽ അത് കരിയും എന്ന് തോന്നും, പെട്ടെന്ന് മൂത്ത് തോന്നും. പിന്നെ നമുക്കിങ്ങനെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മണൽ മാതിരി ഇങ്ങനെ നല്ല തരിതരിയായിട്ട് തോന്നും. ശരിക്കും അതൊരു ക്രിസ്പി ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു കരികരിപ്പ് നമ്മൾക്ക് കൈകൊണ്ട് പിടിക്കുമ്പോൾ തോന്നുകയും ചെയ്യും. ആയിക്കഴിഞ്ഞു. ഇനി പാത്രത്തിൽ തന്നെ വെച്ചേക്കാനും പാടില്ല, കാര്യം ചട്ടി നല്ല ചൂടാണ്. അപ്പൊ അതിനകത്തിരുന്നൊരു മൂക്കലുണ്ട്. അപ്പൊ ഇത് അങ്ങനെ മൂത്ത് കഴിഞ്ഞാൽ ഒരു ഭാഗം അല്ലെങ്കിൽ അടിഭാഗം മാത്രം പെട്ടെന്ന് അങ്ങോട്ട് മൂത്തു. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈയെടുക്കാണ്ട് വീണ്ടും ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിന് പകരം നമ്മൾ പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. ഇനി നമ്മൾ വീണ്ടും അടുപ്പ് കത്തിക്കുന്നു. എന്നിട്ട് ചൂട് കട്ടിയുള്ള മറ്റൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് ഓരോ കാര്യങ്ങളായിട്ട് ചേർക്കാം. ഒന്ന്, ആദ്യം എണ്ണ. ഇത് ഏത് തരം എണ്ണയിലും ചെയ്യാം. വെളിച്ചെണ്ണയാകാം, റിഫൈൻഡ് ഓയിലാകാം, നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിലും ചെയ്യാം. സമം നെയ്യ് സമം എണ്ണയാകാം, എങ്ങനെ വേണമെങ്കിലും. അളവും ഞാൻ പറയുന്നില്ല. ഒരു ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ വേണമെങ്കിലും ആകാം എണ്ണ. ആദ്യം ഒരല്പം എണ്ണ. അപ്പൊ എണ്ണ ചൂടായി. ഇനി നമ്മൾ ആദ്യം 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കും. അത് കഴിഞ്ഞിട്ട് വറ്റൽമുളക് എത്ര വേണമെങ്കിലും ഇടാമല്ലോ, 3, 4, 5 എത്ര വേണമെങ്കിലും. ഒരു 5 വറ്റൽമുളക് ഇരിക്കട്ടെ. ഇനി വേണ്ടത് കറിവേപ്പില. അത് ആവശ്യാനുസരണം അല്പം മാറി നിന്നിടാം. കറിവേപ്പിലയിൽ അല്പം വെള്ളമുണ്ട്. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞു. ഇനി നമ്മൾ ഇഞ്ചി, ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഏതാണ്ട് 1.5
ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, അതിനോടൊപ്പം തന്നെ 2 പച്ചമുളക്, ഇടത്തരം പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഒരുപാട് ചെറുതായിട്ടല്ല, എന്നാലും ഫൈൻലി ചോപ്ഡ് എന്ന് പറയാം. 2ആയിട്ട് മുറിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്. ഈ പച്ചമുളകും ഇഞ്ചി ഒന്ന് ചെറുതായി വാടി തുടങ്ങുമ്പോൾ നമ്മൾ സവാളയും കൂടി ചേർക്കും. ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്. അപ്പൊ സവാളയും വാടി നിറം മാറി തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ അതിലേക്ക് കൊത്തി വെച്ചിരിക്കുന്ന ഇറച്ചി, ഇത് 1/2 കിലോ കീമയാണ്, കൊത്തിയിറച്ചിയാണ്. ഇതിപ്പോൾ ഞാൻ മാട്ടിറച്ചിയാണ് ഉപയോഗിക്കുന്നത്. കൊത്തിയിറച്ചി, മിൻസ്ഡ് മീറ്റ്. ഇത് ആട്ടിറച്ചിയിലും ആകാം, അതായത് മട്ടൺ കുത്തിയതാകാം, ചിക്കന്റെ ഇറച്ചി കൊത്തിയെടുത്തതും ആകാം. ഇനി ഇതിലേക്ക് ഇറച്ചി കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞെടുത്ത ഇറച്ചിയാണ്. എന്നാലും ഇതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? വെള്ളം. അപ്പൊ ഇറച്ചിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരട്ടെ. ഇനി നമ്മൾ ഈ ഇറച്ചിയിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ആദ്യമേ തന്നെ ചേർക്കാം. 1/4 ടീസ്പൂൺ. ഒരു മഞ്ഞൾപ്പൊടിയുടെ നിറവും കൂടി വരട്ടെ. അപ്പൊ ഇറച്ചിയിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആയി കഴിയുമ്പോൾ നമ്മൾ പാത്രം അടച്ചിട്ടിട്ട് ഒരല്പം നേരം വേവിക്കുന്നു. വെള്ളം എല്ലാം ഇറങ്ങി തുടങ്ങി നമ്മുടെ ഇറച്ചിയിൽ നിന്നും. കണ്ടില്ലേ വെള്ളം ഊറി വരുന്നത്? ഇനി ഇത് കൂടിക്കൊണ്ടേയിരിക്കും. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ഇത് ഇറച്ചിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളമാണ്. കണ്ടല്ലോ. ഒരല്പ സമയം വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഈ ഇറച്ചി ഒന്ന് വേകും. പിന്നെ വെള്ളം കുറച്ച് ബാക്കിയുള്ള സമയത്ത് തന്നെ, കംപ്ലീറ്റ് വറ്റരുത്, അതിന് മുന്നേ തന്നെ നമ്മൾ പച്ചക്കറികളും ഇതിനകത്തേക്ക് ചേർക്കണം. ഒരല്പ സമയം വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ട്രിക്ക്. ഇപ്പം നമ്മളുടെ ഇറച്ചി വെന്ത് തുടങ്ങി. ഏതാണ്ട് ഒരു പകുതി വേഗമായിട്ടുണ്ട്. കുറച്ച് വെള്ളം അതിനകത്തുണ്ട്. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. വേണം അതിന്റെ ഇറച്ചിയുടെ ആ ഒരു സത്താണ് ഈ വെള്ളമായിട്ട് ഇറങ്ങി വരുന്നത്. ഇതിലേക്ക് 2-3 കാര്യങ്ങൾ. ഒന്ന് ഉരുളക്കിഴങ്ങ് ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത് 1/2 മുതൽ 1/4 കപ്പ് വരെ ചേർക്കും. ഉരുളക്കിഴങ്ങ് അരിഞ്ഞാൽ അത് വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം, അതേ കളർ മാറും. പിന്നെ നമ്മൾ എന്താ ചേർക്കാൻ പോകുന്നത്? ക്യാരറ്റ്, ഒരു 1/2 കപ്പോളം ക്യാരറ്റ് ചെറിയ ചതുര കഷ്ണം. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും? എല്ലാ കാര്യങ്ങളും ഇല്ലേ, വെജിറ്റബിൾസ്, മീറ്റ് ഒക്കെ ഉണ്ട്. ബീൻസും നമ്മൾ ചേർക്കുന്നു. ഇപ്പൊ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഓരോന്നോരോന്നൊക്കെ ചേർത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് പോലും പിന്നെന്താ നമ്മൾ മറന്നുപോയൊന്നുമില്ല. നമ്മൾ ഗ്രീൻ പീസ്, ഇത് ശരിക്കും വേഗം ഓൾറെഡി എന്താ പറയാ, ഫ്രഷ് ഗ്രീൻ പീസ് ആണ്. ഇത് ഫ്രോസൺ ആയിട്ട് നമ്മൾ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പൊ അത് പ്രത്യേകിച്ച് വേകേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടൊന്ന് ബ്ലാൻഡ് ചെയ്തെടുത്താൽ മതി. തിളച്ച വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ അത് വെന്ത് കഴിയുന്ന ഒരു കാര്യമാണ്. അത് കുറച്ചു നേരം പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് റെഡിയാക്കുന്ന ഗ്രീൻ പീസാണ്. എല്ലാ കാര്യങ്ങളും ഒന്നൊന്ന് വേകട്ടെ. ഉരുളക്കിഴങ്ങ് വേകണം, ക്യാരറ്റ് വേകണം, ബീൻസ് വേണം, എല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പൊ ആവിയിൽ വേകട്ടെ. ആ വെള്ളവും ആവിയും എല്ലാം കൊണ്ട് വെന്ത് ഇറച്ചി ഫുൾ വേകണം. അപ്പൊ എല്ലാം പാകത്തിന് വെന്ത് കിട്ടട്ടെ. അപ്പൊ നമ്മുടെ പച്ചക്കറികളും ഒക്കെ പാകത്തിന് വെന്തിട്ടുണ്ടാകും. തുറന്ന് നോക്കാം. വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ടാകും. ഇനി ഒരു കാര്യം ചെയ്യാം. ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കുന്നു. ഇത് നമ്മുടെ ഉപ്പുമാവിന് ആവശ്യമുള്ള തിളച്ച വെള്ളം എടുക്കാനാണ്. ഇവിടെ ഡ്രൈ ആയി കഴിഞ്ഞു കാര്യങ്ങൾ. ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചേർക്കാൻ പോകണം. ഇനി കുറച്ച് കാര്യങ്ങൾ. മുളക് പൊടി 1.5 ടീസ്പൂൺ ചേർക്കാം. കളർ മഞ്ഞയെല്ലാം മാറി ഒരു ഓറഞ്ച് കളറായി. ഇനി നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി നമ്മൾ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ വരെ ആകാം. അതിൽ ആദ്യത്തെ 1/2 ടീസ്പൂൺ ഇപ്പോൾ ഇടാം. ഒരു 1/2 ടീസ്പൂൺ. ടൊമാറ്റോ 2 ചെറിയ ഇടത്തരം സൈസിലെ ടൊമാറ്റോ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു. അപ്പോൾ ടൊമാറ്റോ ഒന്ന് വാടിയാൽ മാത്രം മതി. ഇനി നമ്മൾക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. കുറച്ച് ഉപ്പ് ചേർത്താണ്, എന്നാലും പോരാ, കുറച്ചുകൂടി ആകാം. കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. എന്നിട്ട് അപ്പോൾ എല്ലാം കൂടി ചേർന്ന് ഏതാണ്ട് ഡ്രൈ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ, ബോംബെ റവ, അതും ചേർക്കാൻ പോവാണ്. 1.5 കപ്പ് റവ.
പച്ചക്കറികളും ഇറച്ചിയും ഒക്കെ റവയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആകട്ടെ. ഇപ്പം നമ്മളുടെ സൈഡിൽ വെള്ളം തിളച്ചുകൊണ്ടേയിരിക്കുകയാണ്. തിളയ്ക്കാൻ വെച്ച വെള്ളം തിളച്ചു തുടങ്ങി. അതിൽ നിന്നും കുറേശ്ശെ വെള്ളം എടുത്തിട്ട് ആവശ്യാനുസരണം ഒന്നിച്ചൊഴിക്കരുത്, ഇച്ചിരി ഇച്ചിരിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ ഇത് കുഴഞ്ഞ ഉപ്പുമാവല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിതിങ്ങനെ ഒരു ഈ മാതിരി തന്നെ ഇരിക്കും ഉപ്പുമാവ്. പുട്ടൊക്കെ പൊടിച്ചു വെച്ചാൽ ഇങ്ങനെ ഇരിക്കും, അതുപോലെ ഇരിക്കണം. അപ്പോൾ കുഴഞ്ഞ ഉപ്പുമാവ് അല്ലാത്തതുകൊണ്ട് ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. തീ അല്പം കൂട്ടാം. കുറേശ്ശെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങി. കുഴഞ്ഞൊന്നുമല്ല ഇരിക്കുന്നത്, ഇത് ഡ്രൈ ആയി തന്നെയാണ് ഇരിക്കുന്നത്. ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി വേണ്ട കാര്യം തേങ്ങ ചിരകിയത് 1 കപ്പോളം. ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം, ഇല്ലെങ്കിൽ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുത്താലും മതി. കണ്ടില്ലേ, നല്ല തോര മാതിരിയുള്ള ഒരു ഉപ്പുമാവ്. ഇത് പുട്ട് പൊടിച്ച് കിടന്നാൽ എങ്ങനെയിരിക്കും, പൊടിച്ചിട്ടാൽ എങ്ങനെയിരിക്കും, അതുപോലെ തന്നെയുണ്ട്. ലാസ്റ്റ് എന്താ വേണ്ടേ, ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി മല്ലിയില അരിഞ്ഞത്. നമ്മളെല്ലാം വ്യത്യസ്തമായിട്ടല്ലേ ചെയ്യുന്നത്, അപ്പോൾ മല്ലിയിലയും ഉപ്പുമാവിന് നല്ലത് തന്നെയാണ്. അപ്പോൾ ഉപ്പുമാവ് റെഡി. സാധാരണ ഉപ്പുമാവല്ല ഇത് കീമ ഉപ്പുമാവാണ്. ഇനി നമ്മൾ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റുന്നു. തീ ഓഫ് ചെയ്യാം. ഇതിനകത്തുള്ള ഇറച്ചിയെല്ലാം ഇതിന്റെ കൂടെ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞു. അപ്പോൾ ഉപ്പുമാവ് ഏത് ഇറച്ചി ഏതെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. റവയും മീറ്റും ഇറച്ചിയുടെ പീസസും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് കിടക്കുകയാണ്, ഭയങ്കരമായിട്ട് മിക്സ് ആയി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കീമ ഉപ്പുമാവ് ഞാൻ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി മുകളിൽ ചെറിയ അലങ്കാരമാകാം. കുറച്ച് മല്ലിയില അരിഞ്ഞത് ബാക്കിയുണ്ട്, അത് മുകളിലായിട്ട് ഇങ്ങനെ വിതറാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.